ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മൾ എല്ലാവരും ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഓരോരോ പ്രതീക്ഷയുടെ പുറത്താണ്. കാലത്ത് എഴുന്നേറ്റുടൻ രാത്രിയിൽ കിടക്കുന്നതുവരെ പല ആഗ്രഹങ്ങളാണ് നമുക്ക് മനസ്സിൽ വന്നു പോകുന്നത്. ചിലർക്ക് മക്കളുടെ കാര്യങ്ങൾ, വീട്, കല്യാണം, മറ്റു ചിലർക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്ന്, ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എന്ന്. നമ്മൾ എത്ര രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഇതിനൊരു ഉത്തരം തന്നുകൂടെ എന്ന്, എനിക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന്. ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന രീതികൾ ഉണ്ട്. അങ്ങനെ ഒന്നാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുകയോ ഇല്ലയോ എന്ന് പ്രകൃതിയിലെ സൂചനകളെ വെച്ച് മനസ്സിലാക്കാമെന്ന്. പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമായാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കളിയായി കാണരുത്. തികച്ചും വിശ്വാസത്തോടെയും ആത്മഭക്തിയോടെയും വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആകാശത്തിൻ്റെ രാജാവായ ഗരുഡൻ. രണ്ടാമത്തെ ചിത്രം സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായ മയിൽ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ ഒന്ന് ഓർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനെയോ ദേവിയെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തൊടുക. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഗരുഡനെ കുറിച്ച് പറയാം. വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡൻ ആകാശത്തിൽ തനിച്ച് നല്ല തലമിടുക്കോടെ പറക്കുന്ന പക്ഷി. അപ്പോൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കൂ. ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ നേരിട്ടവരായിരിക്കും നിങ്ങൾ. ഒന്നും പെട്ടെന്ന് തന്നെ കിട്ടിയ ചരിത്രം നിങ്ങൾക്കുണ്ടാവില്ല. മറ്റുള്ളവർക്ക് ചോദിക്കാതെ തന്നെ പലതും കിട്ടുമ്പോഴും അർഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാശി പിടിച്ചോ പൊരുതി നേരിടേണ്ടി വന്നേക്കും. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ വിജയം മാത്രമേ നിങ്ങൾക്ക് കൂടെ കാണൂ. നിങ്ങളുടെ മനസ്സ് വളരെ സ്നേഹമുള്ളതാണ്. ആർക്കും എന്തും വാരിക്കോരി കൊടുക്കാൻ മടിയില്ലാത്ത മനസ്സ്. പക്ഷേ നിങ്ങളുടെ പുറകെ നിന്നുള്ള പെരുമാറ്റം കാണുമ്പോൾ പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾക്ക് ജാടയാണോ പൊങ്ങച്ചമാണോ എന്ന് നിങ്ങളെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാതെ സങ്കടം നിങ്ങളുടെ മനസ്സിലുള്ളത് സത്യമല്ലോ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഗരുഡനെ തിരഞ്ഞെടുത്തവർക്ക് ശത്രുക്കൾ കൂടുതലാണ്. നിങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടല്ല, നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ടാണ്. കൂടുതൽ, നിങ്ങൾ എത്ര പേരെ സഹായിച്ചാലും അത് പകുതി പേരും നിങ്ങളെ കുറ്റം പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ഇവരെയൊക്കെ എന്തിന് സഹായിച്ചു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ മറ്റൊരു കാര്യം, അനീതി കണ്ടാൽ പ്രതികരിക്കും. മുഖം നോക്കാതെ സത്യം പറയും. മനസ്സിൽ ഒന്നുവെച്ച് പുറമെ ചിരിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, ഇതിലൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ ജന്മസിദ്ധമായ പൈതൃകം ആണ്. എന്തൊക്കെ തളർച്ചകൾ വന്നാലും ഫീനിഷ് പക്ഷിയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഗരുഡനെ പോലെ ഉയർന്ന് പറക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു ആത്മവിശ്വാസമാണ്, നിങ്ങളുടെ ആത്മധൈര്യം. നിങ്ങൾ വിചാരിച്ച ആഗ്രഹത്തിലേക്ക് വരാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചോദിക്കുന്നത്, എൻ്റെ ആഗ്രഹം നടക്കുമോ? ഗരുഡനെ തിരഞ്ഞെടുത്ത എനിക്ക് പറയാനുള്ളത്, ഇത് തീർച്ചയായും നടക്കും. പക്ഷേ ഗരുഡൻ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടില്ലേ? അവൻ ഇരയെ കാണുന്നത്, പക്ഷേ അത് പിടിക്കാൻ കൃത്യമായ സമയം നോക്കി അവൻ കാത്തിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും. നിങ്ങളുടെ ആഗ്രഹം, പക്ഷേ അത് ദൈവികമായ ഒരു സമയം അല്ലെങ്കിൽ ഒരു സമയമാണ്.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ താമസം കണ്ട് നിരാശപ്പെടരുത്. കാരണം ദൈവം ആ വിജയം തരുന്നതിന് മുൻപ് താങ്ങാനുള്ള കരുത്ത് നിങ്ങൾ നൽകിക്കൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനിയും എത്ര നാൾ കാത്തിരിക്കണം. പക്ഷേ വിശ്വസിക്കൂ, ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടി സന്തോഷം നിങ്ങളുടെ തേടിയെത്തും. ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അത് നഷ്ടത്തിൽ വന്നു ചേരും. അതിനാൽ സാവധാനം മതി. പ്രത്യേകിച്ച് വീട് വാങ്ങുന്നതും പണിയുന്നതും അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്രകൾ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ കാണാം. പക്ഷേ തടസ്സങ്ങളൊക്കെ മാറി വിജയം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. അനാവശ്യ ചിന്തകളെല്ലാം ഒഴിവാക്കി ഭഗവാൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെയോ ഇഷ്ടദേവിയോ മനസ്സിൽ മുറുകെ പിടിച്ച് മുന്നോട്ടു പോവുക. ഗരുഡനെ പോലെ നിങ്ങൾക്കും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. ഇനി രണ്ടാമത്തെ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുത്തവരിലേക്ക് വരുമ്പോൾ, മയിൽപ്പീലി പോലെ മറ്റൊരു മനസ്സ് ആണ് നിങ്ങളുടെ. എവിടെ ചെന്നാലും നിങ്ങൾ അവിടെ ഒരു സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യർ. നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ സത്യസന്ധതയാണ്. കള്ളം പറയാനോ ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളോട് കള്ളം പറഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ, ഇത് അങ്ങനെ നടക്കുമെന്ന്. അത് ഈശ്വരൻ തരുമെന്ന വരമാണ്. തമാശകൾ പറയാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവരാണ് 4 പേർക്കിടയിലിരുന്ന് കളിയുമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഇവിടെയും ഒരു വശമുണ്ട്. മയിൽ മഴക്കാറ് കാണുമ്പോൾ നൃത്തം ചെയ്യുമെങ്കിലും സ്വന്തം കാലുകളിലേക്ക് നോക്കുമ്പോൾ സങ്കടപ്പെട്ട് ഒന്നും പറയാറില്ല. അതുപോലെയാണ് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ഹാപ്പിയോടെ ഇരുന്നാൽ മറ്റുള്ളവർ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ട്. രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരിക്കാം. എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കും. കയ്യിൽ പണമില്ലെങ്കിൽ പോലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവരെ സഹായിക്കും. പലരും നിങ്ങളെ ഈ മനസ്സ് മുതലെടുത്തിട്ടുണ്ട്. സഹായിച്ചവരിൽ നിന്നും വിശ്വസിച്ചവരിൽ നിന്നും അവഗണന ലഭിക്കുമ്പോഴും അത് താങ്ങാനുള്ള കരുത്ത് കുറവാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം നടക്കുമോ? മയിലിനെ തിരഞ്ഞെടുത്തവരോട് ഒരു കാര്യം സന്തോഷിക്കുക. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുവാൻ കാലതാമസമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വേഗത്തിൽ ജീവിതത്തിലേക്ക് കടന്നുവരും. മഴ മാറി മേഘം തെളിയുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി ദുരിതങ്ങളും മാറി വരുന്ന സമയം. നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നം, രോഗദുരിതങ്ങളും മാറി വരുന്ന സമയമാണിത്. പുതിയ അവസരങ്ങൾ തേടി വരാൻ പോവുകയാണ്. മയിലിനെ പോലെ പീലി നിവർത്തിയിരിക്കുക എന്നതുകൊണ്ട് ഇതെല്ലാം സാധിക്കുമെന്ന് പറയുക. നിങ്ങളുടെ കണ്ണീർ സന്തോഷക്കണ്ണീരാകട്ടെ എന്ന ദിവസം അടുത്താണ്. ഈശ്വരനോടുള്ള പ്രാർത്ഥന മാത്രം നിർത്തരുത്. ദിവസവും നിങ്ങളുടെ ഇഷ്ടദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദീപം തെളിക്കുക. ആ പ്രകാശത്തിൽ നിങ്ങളുടെ ജീവിതം ശോഭിക്കട്ടെ. നമ്മൾ ഇന്ന് 2 പക്ഷികളെയും ഫലം കണ്ടു. ആത്മവിശ്വാസത്തിൽ ഉയർച്ചയിൽ എത്തട്ടെ എല്ലാവരും.